നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പള്ളിയുടെ അരമന കോടതിയിൽ നിന്ന് കത്തുമായി ഒരു വ്യക്തി ഇവിടെ എത്തി. ആ കത്ത് വിശദമായി നോക്കി. അതിലെ ഉള്ളടക്കം ഇതാണ്: ഈ വരുന്ന വ്യക്തിയെ ഡാഷ് എന്ന പേരായ വ്യക്തി ഒരു വിവാഹമോചിതനാണ്. കല്യാണം കഴിച്ചു, ഡൈവോഴ്സായി. അദ്ദേഹത്തിന് വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അതിന് അദ്ദേഹത്തിന് കഴിവുണ്ടോ, ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടത്ര ലൈംഗിക ശേഷിയുള്ള വ്യക്തിയാണോ എന്ന് പരിശോധിച്ച് അഭിപ്രായം തരണം. അതല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ, നിരപരാധിയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കേണ്ടതില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റഫറൽ എന്ന് അതിലെഴുതിയിരുന്ന പുരോഹിതൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ കത്ത് വായിച്ചു. ഞങ്ങൾ പറഞ്ഞു വേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്യാം. അപ്പോൾ കോടതിയിൽ നിന്ന് ഇദ്ദേഹത്തിന് സിവിൽ കോർട്ടിൽ നിന്ന് ഡൈവോഴ്സ് കിട്ടി, പള്ളിക്കോടതിയിൽ നിന്നും ഡൈവോഴ്സ് കിട്ടി. വീണ്ടും ഒരു കല്യാണത്തിന് തയ്യാറെടുക്കുകയാണ്. വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ക്ലിനിക്കലി ഹിസ്റ്ററി വൈസ് ആ വ്യക്തിക്ക് യാതൊരു കുഴപ്പങ്ങളുമില്ല. പക്ഷേ കോടതിയിൽ വന്ന അലിഗേഷൻ ഇതായിരുന്നു: ഇദ്ദേഹത്തിന് ലൈംഗിക ശേഷി ഇല്ലാത്ത മനുഷ്യനാണ്, അതുകൊണ്ട് ഈ വിവാഹം നള്ളിഫൈ ചെയ്ത് കിട്ടണം. ഡൈവോഴ്സ് അല്ല, നള്ളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബന്ധത്തെ അസാധുവാക്കുക. വിവാഹബന്ധത്തെ കോടതി ചെയ്തു കൊടുത്തതും അത് തന്നെയാണ്, അസാധുവാക്കുകയാണ് ചെയ്തത്. ഒരു വിവാഹം നടന്നിട്ടില്ലാത്ത രീതിയിലേക്ക് നടന്ന വിവാഹത്തെ അസാധുവാക്കി. അതിനുശേഷം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹോർമോൺ ടെസ്റ്റുകളും മറ്റ് സ്കാനുകളും എല്ലാം ചെയ്തു. അദ്ദേഹം നോർമൽ സെക്ഷൽ ഡിസയർ ഉള്ള വ്യക്തിയാണ്. നോർമലായിട്ടുള്ള ആഗ്രഹമുണ്ട്, സ്വയംഭോഗം ചെയ്യാറുണ്ട്, പിന്നെ ഉദ്ധാരണം വേണ്ട രീതിയിൽ വരാറുണ്ട്, ശുക്ലവിസർജനം നടക്കാറുണ്ട്, ബീജത്തിൻ്റെ കൗണ്ടും ചലനശേഷിയെല്ലാം നോർമലാണ്, മറ്റ് യാതൊരു രോഗങ്ങളുമില്ല. ഫിസിക്കലി അദ്ദേഹം ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഫിറ്റായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പിന്നെ അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നി, പിന്നെ എന്തുകൊണ്ടാണിത് ഡൈവോഴ്സിലേക്ക് കടന്നത്? അപ്പോൾ പറഞ്ഞു ഡോക്ടറെ, അപ്പോൾ ആ ഹിസ്റ്ററി വീണ്ടും ഞാൻ ഒന്നുകൂടി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഡോക്ടറെ, അവൾ ഒരിക്കലും ഒരു ലൈംഗിക ബന്ധത്തിന് സമ്മതിച്ചിരുന്നില്ല. അവൾക്ക് പേടിയാണ്. കല്യാണം കഴിച്ച സമയത്ത് തന്നെ പറഞ്ഞു, ചേട്ടാ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മതി, ആദ്യം നമുക്ക് പരസ്പരം ഒന്ന് മനസ്സിലാക്കാം. അദ്ദേഹം ക്ഷമയോടെ കാത്തിരുന്നു. പക്ഷേ പിന്നീട് അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക, തീരെ സഹകരിക്കാത്ത അവസ്ഥ. ചില സമയങ്ങളിൽ ഫോർപ്ലേക്കൊക്കെ സഹകരിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക് കടക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവാഹ ജീവിതത്തിൽ പ്രശ്നമായി രണ്ടുപേരും രണ്ട് കുടുംബങ്ങളിലേക്ക് മാറിയ സമയത്ത്, പെൺകുട്ടി വീട്ടിൽ പോയ സമയത്ത് ഈ വ്യക്തി ഇതൊക്കെ വീട്ടിൽ പറഞ്ഞിരുന്നുവെങ്കിലും ആരും അത് ചെവിക്കൊണ്ടില്ല. അവസാനം ആ പെൺകുട്ടി പറഞ്ഞ് ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല. അതാണ് എല്ലാവരും വിശ്വസിച്ചതും നടന്നതും. ഒരുപക്ഷെ ഈ കേസിൽ ആ പെൺകുട്ടിയുടെ പ്രശ്നമായിരുന്നിരിക്കാം, അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്നുകിൽ അതൊരു ലൈംഗിക ബന്ധത്തിനോടുള്ള ഭയം മൂലം സഹകരിക്കാതിരുന്നതാവാം ഒരു ചാൻസ്. മറ്റൊരു ചാൻസ് ഈ വ്യക്തിയെ ഇഷ്ടമല്ലാത്ത നടന്ന ഒരു കല്യാണമായതുകൊണ്ടാവാം, വീട്ടുകാർ നിർബന്ധിച്ച കല്യാണമായതുകൊണ്ടാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ആ തരത്തിലുണ്ടാവാം. എന്തായാലും ഈ വ്യക്തിയുടെ കുറ്റം കൊണ്ടല്ല അവിടെ ഡൈവോഴ്സ് അല്ലെങ്കിൽ വിവാഹം അസാധുവാക്കപ്പെട്ടത്. അപ്പം ഇങ്ങനെയുള്ള പല സംഭവങ്ങളും സമൂഹത്തിൽ ധാരാളമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡൈവോഴ്സിലേക്കോ വിവാഹം അസാധുവാക്കുന്ന പ്രക്രിയയിലേക്കോ പോകുന്നതിന് മുൻപായി രണ്ട് കുടുംബങ്ങളും സഹകരിച്ച് രണ്ടുപേരുടെയും പൂർണ്ണമായ പരിശോധനകൾ നടത്തി നോക്കുന്നത് നല്ലതാണ്. ഇനിയും ഇതിലേതെങ്കിലും ഒരു വ്യക്തിക്ക് ജീവിതം തുടരാൻ താല്പര്യമില്ലാത്തതാണെങ്കിൽ പരിശോധനകളൊന്നും നടത്തിയിട്ട് കാര്യമില്ല. കോടതിയിൽ പോയി മ്യൂച്വൽ കൺസെൻറ്റ് പെറ്റീഷൻ കൊടുത്ത് ഡൈവോഴ്സ് വാങ്ങുന്നത് തന്നെയായിരിക്കാം നല്ലത്. അപ്പോൾ ഇവിടെ വെറുതെ ഒരു ചെറുപ്പക്കാരൻ സംശയത്തിൻ്റെ നിഴലിലായി അയാൾ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അയാളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുമില്ലാതെ. അതാണ്
മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് വീട്ടുകാരും നിർബന്ധിക്കുവാൻ പാടില്ല. അങ്ങനെ നിർബന്ധിക്കുന്ന പല ബന്ധങ്ങളും ഇത്തരത്തിൽ ഡൈവോഴ്സിലേക്ക് നീങ്ങുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് വിവാഹം കഴിക്കുന്ന ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും താല്പര്യം നിശ്ചയമായും കണക്കിലെടുക്കേണ്ടതുണ്ട്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.